പ്രവാസി ഭാരതീയർക്ക് ഉള്ള വോട്ടർ പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ട്. ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ 2484 പുരുഷന്മാരും 357 സ്ത്രീകളും ഉൾപ്പെടെ പ്രവാസി വോട്ടർമാരായുള്ളത് ആകെ 2841 പേരാണ്. ഒക്ടോബർ 25-ന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് പേര് ചേർക്കുന്നതിന് നവംബർ 4-5 തീയതികളിൽ വീണ്ടും അവസരം നൽകിയിരുന്നു. അതോടൊപ്പം ഒഴിവാക്കലിനും ഭേദഗതിക്കും സ്ഥാനമാറ്റത്തിനും അവസരമുണ്ടായിരുന്നു. അത് നടപടികൾ പൂർത്തീകരിച്ച് സപ്ലിമെന്ററി ലിസ്റ്റ് 14-ന് പ്രസിദ്ധീകരിക്കും. നവംബർ 14-ന് പ്രസിദ്ധീകരിക്കും. അത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് വില വാങ്ങിയും നൽകുന്നതാണ്. വോട്ടെടുപ്പിനായി ആകെ 33,746 33,746 പോളിംഗ് സ്റ്റേഷൻസ് ഉണ്ടാകും. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലേക്കുള്ള വോട്ട് രേഖപ്പെടുത്തുന്നതിന് പഞ്ചായത്തുകൾക്കായി 28,127 മുനിസിപ്പാലിറ്റികൾക്ക് 3,604 കോർപ്പറേഷനുകൾക്ക് 2,015 പോളിംഗ് സ്റ്റേഷനാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് തലത്തിൽ ഒരു വോട്ടർക്ക് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തിലേക്ക് 3 വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. നഗരസഭാ തലത്തിൽ 1 വോട്ടാണ് ചെയ്യേണ്ടത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് സംവരണം സംബന്ധിച്ച് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടേത് ജില്ലാ കളക്ടറും മുനിസിപ്പാലിറ്റികളുടേത് തദ്ദേശ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടറും കോർപ്പറേഷനുകളുടേത് തദ്ദേശ വകുപ്പ് അർബൻ ഡയറക്ടറുമാണ് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ. സ്ത്രീ, പട്ടികജാതി സ്ത്രീ, പട്ടികവർഗ സ്ത്രീ, പട്ടികജാതി, പട്ടികവർഗം എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലായിരുന്നു സംവരണ വാർഡുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. സർക്കാർ എണ്ണം നിശ്ചയിച്ച് നൽകിയിരുന്നു. അത് പ്രകാരം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ സംവരണം നിശ്ചയിച്ചിട്ട് അത് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ സ്ഥാനങ്ങളുടെ സംവരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. അധ്യക്ഷ സ്ഥാനം സ്ത്രീകൾക്കായി സംവരണം ചെയ്യാത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉപാധ്യക്ഷ സ്ഥാനം പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്ന തലത്തിലാണ് പഞ്ചായത്തുകളിലുള്ളത്. അതിൽ പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്തിട്ടുണ്ട്. അവിടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം സ്ത്രീകൾക്കായിരിക്കും. അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം സ്ത്രീകൾക്കായി സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഡെപ്യൂട്ടി വൈസ് ചെയർമാൻ സ്ഥാനം സ്ത്രീകൾക്കായിരിക്കും. മേയർ പുരുഷനായിട്ടുള്ളിടത്ത് സ്ത്രീയായിരിക്കും ഡെപ്യൂട്ടി മേയർ. വോട്ടെടുപ്പിനായി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹൈദരാബാദ് ആസ്ഥാനമായ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി നിർമ്മിച്ചു നൽകിയിട്ടുള്ളതാണ്. ഇവിടെ പരിശോധന ECIL എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. 50,693 കൺട്രോൾ യൂണിറ്റുകളും 1,37,922 ബാലറ്റ് യൂണിറ്റുകളുമാണ് അത്തരത്തിൽ പൊതു തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയിട്ടുള്ളത്. ത്രിതല പഞ്ചായത്തുകളിൽ ഓരോ പോളിംഗ് സ്റ്റേഷനിലും 1 കൺട്രോൾ യൂണിറ്റും 3 ബാലറ്റ് യൂണിറ്റും ഉണ്ടാകും. പരിശോധന പൂർത്തിയാക്കിയ മെഷീനുകളിൽ വോട്ടെടുപ്പിന് ഒരാഴ്ച മുമ്പ് കാൻഡിഡേറ്റ് സെറ്റിംഗിന് വേണ്ടി ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർമാർക്ക് നൽകുകയും അതിൽ കാൻഡിഡേറ്റ് സെറ്റിംഗ് പൂർത്തിയാക്കി പോളിംഗിനായി തയ്യാറാക്കുന്നതുമാണ്. ഒരു ബാലറ്റ് യൂണിറ്റിൽ പരമാവധി 15 സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവുമാണ് ഉണ്ടാകുക. 15-ൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുകയാണ് എങ്കിൽ അധികം ബാലറ്റ് യൂണിറ്റുകൾ ഉപയോഗിക്കും. വോട്ടെടുപ്പിന് ആവശ്യമായ പോളിംഗ് സാധനങ്ങളും ഫോംസും മറ്റും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇതിനകം തന്നെ എത്തിച്ചിട്ടുണ്ട്. EVMകൾ വോട്ടെടുപ്പിന്
ഒരാഴ്ച മുമ്പ് ജില്ലാ വെയർഹൌസിൽ നിന്നും വരണാധികാരികൾക്ക് ലഭ്യമാക്കും. തെരഞ്ഞെടുപ്പിനായി വരണാധികാരികളെയും ഉപവരണാധികാരികളെയും കമ്മീഷൻ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ വരണാധികാരി ജില്ലാ കളക്ടറാണ്, റിട്ടേണിംഗ് ഓഫീസർ. ജില്ലാ പഞ്ചായത്തിന്റെ റിട്ടേണിംഗ് ഓഫീസർ ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയ്ക്ക് 1 വീതവും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾക്ക് വാർഡുകളുടെ എണ്ണത്തിനനുസരിച്ച് 1-ലധികവും വരണാധികാരികൾ ഉണ്ടാവും. ആകെ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമായി 1249 റിട്ടേണിംഗ് ഓഫീസേഴ്സാണുള്ളത്. ഓരോ വരണാധികാരിക്കും 1-ലധികം ഉപവരണാധികാരികളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വരണാധികാരികൾക്കും ഉപവരണാധികാരികൾക്കും ആവശ്യമായ പരിശീലനം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഒരു പ്രിസൈഡിംഗ് ഓഫീസറും 3 പോളിംഗ് ഓഫീസർമാരുമാണ് ഉണ്ടാകുക. വോട്ടെടുപ്പിനായി നിയോഗിക്കുന്ന അതുൾപ്പെടെ ഇലക്ഷൻ പ്രവർത്തനത്തിനായി 1,80,000 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിക്കുന്നത്. ഇത് കൂടാതെ സെക്യൂരിറ്റി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 70,000-ഓളം പോലീസുകാരെയുമാണ് നിയോഗിക്കുക. അങ്ങനെ ഏകദേശം 2.5 ലക്ഷത്തോളം ജീവനക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഉണ്ടാകും. പോളിംഗ് സാധനങ്ങളുടെ വിതരണത്തിനും പോളിംഗിനും ശേഷം അവ തിരികെ വാങ്ങി സൂക്ഷിക്കുന്നതിനുമുള്ള വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റിസപ്ഷൻ സെന്റേഴ്സ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്, അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ത്രിതല പഞ്ചായത്തുകളെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളെ സംബന്ധിച്ച് അതത് സ്ഥാപന തലത്തിലുമാണ് ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സും റിസപ്ഷൻ സെന്റേഴ്സും അറേഞ്ച് ചെയ്യുന്നത്. സംസ്ഥാനത്ത് ആകെ 244 ഡിസ്ട്രിബ്യൂഷൻ റിസപ്ഷൻ സെന്റേഴ്സാണ് ഉണ്ടാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിച്ച് കമ്മീഷൻ ഉത്തരവായിട്ടുണ്ട്. 4 പട്ടികകളായി തിരിച്ച് ആണ് ചിഹ്നങ്ങൾ അനുവദിച്ചിട്ടുള്ളത്. 1-ാം പട്ടികയിൽ ദേശീയ പാർട്ടികൾക്കും 2-ാം പട്ടികയിൽ കേരളത്തിലെ സംസ്ഥാന പാർട്ടികൾക്കുമാണ് ചിഹ്നങ്ങൾ നൽകിയിട്ടുള്ളത്. 3-ാം പട്ടികയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അംഗീകൃത പാർട്ടികൾക്കും കേരള നിയമസഭയിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ പ്രാതിനിധ്യമുള്ള പാർട്ടികൾക്കുമുള്ള ചിഹ്നങ്ങളാണ് നൽകുന്നത്. 4-ാം പട്ടികയിലെ ചില സ്വതന്ത്ര ചിഹ്നങ്ങൾ മുൻഗണനാ ക്രമത്തിൽ ചില രജിസ്ട്രേഡ് പാർട്ടികൾക്ക് അനുവദിച്ചിട്ടുണ്ട്. അല്ലാത്തവ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് നൽകും.